ആദ്യമായി ഈ 24 ചാനൽ പ്രതിനിധികൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. കാരണം പെരിന്തൽമണ്ണയിലെ എൻ്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ ഈ പരിപാടി തെരഞ്ഞെടുത്തതിന്, ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ആദ്യമായിട്ട് അവർക്ക് ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഇതുപോലെ ഒന്നാം ഘട്ട പരിപാടി 24 ന്യൂസ് ചാനലിലെ ഒന്നാം ഘട്ട പരിപാടിയായിട്ട് നമ്മൾ പെരിന്തൽമണ്ണ മുനിസിപ്പൽ നഗരസഭയുടെ ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അത് വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഏറ്റവും വലിയൊരു മാരക വിപത്താണ് ലഹരി. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആ ലഹരിക്കെതിരെ നമ്മൾ ഓരോരുത്തരും അണിചേരുകയാണ്. അത് ചെറിയ കുട്ടികളെന്നോ അല്ലെങ്കിൽ വലിയവരെന്നോ മുതിർന്നവരെന്നോ വിദ്യാർത്ഥികളെന്നോ ഒരു വേർതിരിവില്ലാതെ നമ്മളെല്ലാവരും അത് ഏറ്റെടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു ലഹരി വിമുക്ത കേരളം സൃഷ്ടിക്കാനായിട്ടാണ് നമ്മൾ എല്ലാവരും അണിചേരുന്നത്. ലഹരിയുടെ വാഹകരായ നമ്മളെ അപ്പുറത്ത് നിന്ന് അതിലേക്ക് അടിമപ്പെടുത്തുന്ന, നമ്മളെ മാടി വിളിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ഈ കോമ്പൗണ്ടിന് വെളിയിലുണ്ട്. നിങ്ങൾക്കറിയാം, ലഹരിയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലായുള്ള സാഹചര്യങ്ങളും പലരുടെ സാഹചര്യങ്ങളും ഉണ്ടാവും. അച്ഛനും അമ്മയും ചേട്ടനും അല്ലെങ്കിൽ നിങ്ങളുടെ അറിയപ്പെടുന്ന ബന്ധുക്കളോ എല്ലാവരും ഇതുപോലെ ഉപയോഗിച്ച് വീട്ടിൽ പല സാഹചര്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിട്ട് നമുക്കറിയാം. കാരണം നമ്മളെല്ലാം ഇതിന്റെ ഒരു ഭവിഷ്യത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതലായിട്ടൊന്നും പറയില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന പല ലഹരി വസ്തുക്കൾ, അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് എനിക്ക് അറിയില്ല. കാരണം എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വലിയ നമുക്ക് പരാതികളൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കറിയില്ല സ്കൂളിനെ കുറിച്ച് ബാക്കിയുള്ളത്. എങ്കിൽ പോലും ഈ ചെറിയ കുഞ്ഞുങ്ങളായ പല കുട്ടികളും ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട മുട്ടായികൾ ഒരുപാട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ആദ്യം നിങ്ങളെ ലഹരിക്ക് അടിമപ്പെടുത്തുന്ന, നിങ്ങളെ ഏറ്റവും അതിലേക്ക് ആകർഷിക്കുന്ന ഒരു തരം ചെറിയ മിഠായികളുണ്ട്, ലഹരി കലർന്ന മിഠായികൾ. നിങ്ങൾക്ക് പോലും അതറിയില്ല. നിങ്ങളത് കഴിച്ച് നിങ്ങൾ അതിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കും. ഇതിന്റെ എല്ലാം ഫലം എന്താണ്? നിങ്ങളത് ലഹരിക്ക് അടിമപ്പെട്ട് നിങ്ങൾ ആദ്യം ചെറിയ കൊച്ചു മിഠായികളെല്ലാം കഴിച്ച് ആ ലഹരിക്ക് അടിമപ്പെട്ട് അത് കിട്ടാതെ വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും കുറച്ചും കൂടെ വലുതാകുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ലഹരിയിലേക്ക് നിങ്ങൾ പോകാനുള്ള, നിങ്ങളെ മാറ്റിയെടുക്കാൻ, നിങ്ങളുടെ മനസ്സിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെയും മാറ്റിയെടുക്കാനുള്ള തന്ത്രമാണ് ഇതുപോലുള്ള ചെറിയ മിഠായികളൊന്നും നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ലഹരി വാഹകരാക്കി മാറ്റി അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കഴിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാകുന്നില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പല മിഠായികളും ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. മനസ്സിലായോ? അതായത് നമ്മൾക്ക് വേണ്ട എന്ന് തോന്നുന്ന മിഠായികൾ, ഞാൻ ലഹരിയുടെ പേരൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ തീരെ ചെറിയ കുട്ടികളാണ്. ഞങ്ങൾക്ക് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അതുകൊണ്ട് ഞാൻ പറയുന്നത് മിഠായിന്റെ രൂപത്തിലാണ് ഞാൻ പറയുന്നത് മാത്രം. അതുപോലെയുള്ള മിഠായികൾ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് പറ്റില്ല, ഇതൊരു എന്തോ ഒരു പദാർത്ഥം കലർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ ടേസ്റ്റിന് നിങ്ങളുടെ ബുദ്ധിയെയും അല്ലെങ്കിൽ നിങ്ങൾക്കും പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ചില വസ്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾക്കത് തരുന്ന നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ അത് പറയുക, ഇത് എന്ന സാധനം അത് ഉപയോഗിക്കരുത്, അതിലെന്തോ ഒരു സാധനം അടങ്ങിയിട്ടുണ്ട്, അതെന്നെ കൂടുതൽ അതിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ ബോധ്യപ്പെടുത്തുക. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെയോ നിങ്ങളെ അധ്യാപകരെയോ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അവരെ അറിയിക്കുക. അവരെ ഞങ്ങളെ അറിയിച്ചോളൂ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ചെറിയ അതുപോലെ നിങ്ങളെ അടിമപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട്. ഈ ലഹരി കൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മുടെ ശരീരത്തിന് വല്ല കാര്യമുണ്ടോ? ഞാൻ ലഹരിയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം തീരെ കുഞ്ഞുങ്ങളായതുകൊണ്ട് നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്താണ് ഈ ലഹരി എന്ന് പറഞ്ഞാൽ അതറിയോ? ലഹരി പറഞ്ഞാൽ എന്താണ് ലഹരി പറഞ്ഞാൽ? നമ്മൾക്കൊരു കാര്യത്തിനോട് ഇഷ്ടം തോന്നുന്നു അല്ലെ? ആ ഇഷ്ടത്തെ കൂടുതൽ ഇഷ്ടം തോന്നുക, അതാണ് ലഹരി. ആ ലഹരിക്ക് തന്നെ രണ്ടു തരമുണ്ട്, ഒന്ന് നല്ലതുണ്ട്, ചീത്തയുണ്ട്. ഏതാണ് അപ്പൊ നല്ല തരമായിട്ടുള്ള ലഹരികൾ? എന്താണ് നല്ല ലഹരികൾ പറഞ്ഞു വെച്ചാൽ? നിങ്ങൾക്ക് പഠിക്കാം അല്ലെ, പഠനം ഒരു ലഹരിയാക്കാം. നിങ്ങൾക്ക് കളിക്കാനുള്ള കുട്ടികൾ, കഴിവുള്ള കുട്ടികളാണെങ്കിൽ കളി ഒരു ലഹരിയാക്കാം. പിന്നെ സംഗീതം അല്ലെങ്കിൽ പാട്ടറിയുന്നവരാണെങ്കിൽ പാട്ട് പാടാൻ കഴിവുള്ളവർ പാട്ട് നിങ്ങൾക്ക് ലഹരിയാക്കാം. പിന്നെ അതുപോലെ
ക്രിക്കറ്റ് കളിക്കുന്ന, ഫുട്ബോൾ നിങ്ങൾക്ക് ലഹരിയാക്കാം, ക്രിക്കറ്റ് ലഹരിയാക്കാം, ഗെയിംസ്, പിന്നെ ചിത്രം വരയ്ക്കുന്ന കഴിവ്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത്, പഠിക്കാനുള്ള ഒരു ലഹരിയാക്കാം. അതെല്ലാം ലഹരിയാക്കി മാറ്റാം. ആ ലഹരി കൊണ്ട് നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് ഗുണം മാത്രമേ കിട്ടുള്ളൂ, അല്ലേ? നമ്മൾ പഠിച്ചുകൊണ്ട് എന്താണ് നമ്മൾ എന്തിനാ പഠിക്കുന്നത്? നമ്മൾ എന്തിനാണ് നിങ്ങൾ എന്തിനാ സ്കൂളിൽ വരുന്നത്? പഠിക്കാൻ. പഠിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നു? ജോലി വാങ്ങിക്കലാണ് ലക്ഷ്യം, അല്ലേ? അത് മാത്രമാണല്ലേ എന്താണ് പഠനം കൊണ്ടുണ്ടാകുന്നത്? ആദ്യം നമ്മൾക്കുണ്ടാകുന്നത് പഠനം കൊണ്ടുണ്ടാകുന്നത് ആദ്യം എന്താണ്? അറിവുണ്ടാകണം. മനസ്സിലായോ? എന്താണ് ഉണ്ടാകുന്നത്? അറിവുണ്ടാകണം. എന്തിനാണ് അറിവ്? നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള അറിവുണ്ടാകണം. എന്താണ് നല്ലതെന്നും എന്താണ് ചീത്തയെന്നും തിരിച്ചറിയാനുള്ള അറിവുണ്ടാകും. അവിടെ നിന്നാണ് ബാക്കിയുള്ള നമ്മളെല്ലാം തുടങ്ങുന്നത്. നിങ്ങൾക്ക് ബാക്കിയെല്ലാം, നിങ്ങൾക്ക് എന്താണ് അറിവുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് പുറകെ പ്രധാനം വരും. നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും. നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം, എന്താണ് അല്ലെങ്കിൽ എന്താണ് പഠിച്ച് ആരായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ആദ്യം വേണ്ടതാണ് അറിവുണ്ടാവണം. എങ്ങനെ അറിവുണ്ടാവുക? നമ്മൾ പഠിക്കുക, അല്ലെ? വായിക്കുക, പഠിക്കുക, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അറിവുണ്ടാവും. ആ അറിവ് നല്ലതിലേക്ക് എത്തിക്കണം. അല്ലാതെ മോശമായിട്ട് അറിവ് ഇപ്പൊ എന്താണ് ലഹരി? ഇപ്പൊ നല്ല ലഹരിയുണ്ട്, ലഹരി എന്ന് പറഞ്ഞ രണ്ട് കാരണങ്ങളുണ്ട്, അല്ലേ? ഞാൻ പറഞ്ഞല്ലേ, മോശമായിട്ട് എന്താണ് ലഹരി എന്ന് പറഞ്ഞാൽ? ലഹരി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ കാണുന്ന, പുറത്ത് കാണുന്ന പുകയില, പാൻപ്രാഗ്, അങ്ങനെയുള്ള സാധനം, അതുപോലുള്ള നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും ഒന്നുമില്ലാണ്ടാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ നല്ലതാക്കി തീർക്കുന്ന അതാണ് വേറൊരു ലഹരി. ആ ലഹരി അപ്പൊ ഏത് ലഹരിയാണ് നമുക്ക് വേണ്ടത്? അറിവെന്ന ലഹരി, അല്ലേ? നമ്മളാക്കി തീർക്കുന്ന അറിവെന്ന ലഹരിയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നശിപ്പിക്കുന്ന ലഹരിയല്ല നമുക്ക് ആവശ്യം. അപ്പോ നല്ല ലഹരിയായിട്ടുള്ള അറിവും അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് നല്ല മിടുക്കന്മാരായിട്ട്, നല്ല മിടുക്കുകളായിട്ട്, നാളത്തെ പൗരന്മാരായിട്ട് സമൂഹത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നവരായിട്ട് മാറുക. അല്ലാതെ ഈ ലഹരിക്ക് അടിമപ്പെട്ട് ആ ലഹരിയുമായിട്ട് നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിന് സമാധാനം ഉണ്ടാവില്ല, വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. നമ്മൾ ഒരുപക്ഷെ ലഹരിക്ക് അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ സാഹചര്യം അറിയോ ഓർക്കെങ്കിലും? എന്തു പറ്റും? ഞാൻ ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ എന്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾ, അല്ലെ? എനിക്ക് നിങ്ങൾക്ക് പോലെ ചെറിയ മക്കളുണ്ട്. ആ മക്കൾക്ക് സമാധാനം ഉണ്ടാവുമോ? ഇല്ല. മനസ്സിലായോ? ഞാനിങ്ങനെ കള്ളു കുടിച്ചു വീട്ടിൽ വന്നിട്ട് അവരെ അടിക്കുകയും വഴക്ക് പറയും, ചീത്ത പറയും, അങ്ങനെ ചെയ്യുമ്പോൾ അമ്മയും അച്ഛനെയൊക്കെ തള്ളുന്ന സമയത്ത് വീട്ടിൽ സമാധാനം ഉണ്ടാവുമോ? ഇല്ല. അപ്പോ നമ്മൾ ആ ലഹരിയെല്ലാം ഒഴിവാക്കി നമ്മളെ കുടുംബത്തിന് സമാധാനം ഉണ്ടാവണം. അതുപോലെ എന്തുണ്ടാവണം? നമ്മുടെ സമൂഹത്തിലും. മനസ്സിലായോ? ലഹരി എന്ന് വ്യാപിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. നമ്മൾ ഓരോ നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ലഹരി നിർമ്മാർജ്ജനം തുടങ്ങുന്നത്, അല്ലെങ്കിൽ ലഹരി വിമുക്തമാക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം എന്താന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മുടെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ കൂട്ടുകാരോ ചേട്ടനെയോ ആ വഴിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ നമ്മളും ലഹരിക്ക് അടിമപ്പെടാതെ നമ്മൾ നോക്കണം. എങ്കിൽ മാത്രമേ എന്താണുള്ളൂ? നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും, നമ്മുടെ സമൂഹവും ആ സമാധാനം ഉണ്ടാവും, സമൂഹത്തിൽ നേരെയാവും. നമ്മുടെ സമൂഹം നേരെയായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം നേരെയാവും. അപ്പൊ നമ്മളെല്ലാവരും ഓരോരുത്തരും പങ്കുണ്ട്, അല്ലെ? നിങ്ങളൊക്കെ നാളെ ഭാവിയിലെ നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയാണ്. നിങ്ങൾക്ക് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത്? ഞങ്ങൾ ഇവിടെ ടീച്ചർമാർ നിങ്ങൾ ക്ലാസ് എടുക്കുന്നു, ലഹരിയെ കുറിച്ച് പറയുന്നു, അല്ലാതെ പറയുന്നു, ഇതുപോലെ ഓരോ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് തീരെ കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്? എന്തിനു വേണ്ടിയാണ്? കാരണം നിങ്ങൾ നാളെ വലുതാവും, അല്ലേ? വളർന്ന് വലുതായിട്ട് ഇപ്പോൾ 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന നിങ്ങൾ നാളെ 8ാം ക്ലാസ് എത്തും, 9ാം ക്ലാസ് എത്തും, 10ാം ക്ലാസ് എത്തും, +1 +2 നിങ്ങൾ മുതിർന്നു വരികയാണ്. അപ്പോ നിങ്ങൾക്ക് അതിന് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് നാളെ അത് തിരിച്ചറിയാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. ആ തിരിച്ചറിവിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോ ഇതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ലഹരിക്കെതിരായ പോരാട്ടങ്ങൾക്ക് നമ്മൾ അണിചേരുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ലഹരിക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്താ തീരെ കുഞ്ഞുങ്ങളായ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, തീരെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് എന്താണ് ഇതിനെതിരെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്? എന്താ ചെയ്യാൻ പറ്റുക?
നിങ്ങൾക്ക് ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകാൻ പറ്റും ഇല്ലേ? നിങ്ങൾ ഫ്ലാഷ് മോബുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ലഹരിക്കെതിരെ, അതുപോലുള്ള എന്താണ് പ്രോഗ്രാം, എന്താണ് ചിത്രരചന, അത് ലഹരിക്കെതിരെയുള്ള ചിത്രരചനകൾ, അങ്ങനെ നിങ്ങൾക്ക് ഓരോ ആശയങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് ലഹരിക്കെതിരെയുള്ള ആശയങ്ങൾ, അത് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മാധ്യമങ്ങളുണ്ട് അല്ലേ? എന്താ സോഷ്യൽ മീഡിയാസിലും ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പടം വരയ്ക്കലും, എന്താണ് പാട്ടുപാട്, ലഹരിക്കെതിരെ ഫ്ലാഷ് മോബുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നാടകങ്ങൾ, മനസ്സിലായോ? അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ജാഥകൾ ഇതൊക്കെ. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏർപ്പെട്ട് നാളെ നല്ലൊരു പൗരന്മാരായിട്ട് നല്ലൊരു തലമുറയായി വളർന്നു വരുന്ന മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാറുള്ളത്. ഇതുപോലെ നിങ്ങളുടെ സ്കൂൾ, ഞാൻ നിങ്ങളുടെ സ്കൂൾ ഓഫീസ് റൂമിലിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു, ഒരുപാട് ട്രോഫികൾ കണ്ടു അല്ലേ? അതെല്ലാം എന്തുകൊണ്ടാണ് ട്രോഫികൾ? നമ്മൾ ഓരോ നമ്മൾക്കെന്നുള്ള കഴിവുകൾ നമ്മൾ പ്രദർശിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മൾ ആ കഴിവുകൾ വളർത്തിയെടുത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്? ഇതുപോലെ ഓരോ മെഡലുകളും ഇതെല്ലാം കിട്ടുന്നത്. അപ്പൊ അതുപോലെ പഠിച്ച് നല്ല കുട്ടികളായിട്ട് നല്ല മിടുക്കന്മാരായിട്ട് വളരണം, മനസ്സിലായോ? ഇത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ പരിപാടി 24 ന്യൂസ് ചാനലിന്റെ ഈ പ്രോഗ്രാം എനിക്ക് ഇവിടെ എത്തിച്ചേരാനും ഇതുപോലെ നിങ്ങളുടെ സമ്മതത്തോടും കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. ഈ 24 ചാനലിന്റെ എല്ലാ തുടർന്നുള്ള പരിപാടികൾക്കും എനിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. താങ്ക് യു.